അപ്പൊ മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഈ വരവ്? ചെയ്തതിനൊക്കെ മാപ്പ് പറയാനാണോ എന്നൊന്നും അറിയില്ല. ചേച്ചിക്കൊന്നും കാണണമെന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ചേച്ചി അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ അത് നടത്തി കൊടുക്കണമെന്ന് എനിക്കും തോന്നി. അളിയനെ മാത്രമല്ല, അനൂപിനെ കൂടെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. മാമനാ, എന്റെ അമ്മയുടെ ആങ്ങള. കൂടെ പോവോ? ഞാനേ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. രാജേശ്വരിക്ക് എന്തു പറ്റി ഇത്ര പെട്ടെന്ന് എല്ലാരോടും അങ്ങ് സ്നേഹം തോന്നാനായിട്ട്? ഓ, ശാരദാമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ല. ചേച്ചി സുഖമില്ലാതെ കിടപ്പില്ല. അയ്യോ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ബാക്കിയാവും. അത്രയ്ക്ക് അവശയാ ചേച്ചി. നടന്നു വന്ന വഴികളിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം തേടുന്ന ഒരാളുടെ മുന്നിൽ ഈ വാശിയും വൈരാഗ്യം കാണിച്ചിട്ട് എന്താ ഫലം? അവനെ കാണുകയാണെങ്കിൽ ശാരദാമ്മ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ചേച്ചി വന്നൊന്ന് കാണാൻ പറയണം. രാജേശ്വരിക്ക് ഇങ്ങനൊരു വയ്യായികമുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. അനൂപിനെ ഞാൻ പറഞ്ഞു വിടാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഇങ്ങോട്ടാണ് പോരുതെന്ന് പറഞ്ഞപ്പോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയുമെങ്കിൽ ശാരദാമ്മയോടും കൂടി പറയണമെന്ന്. പോകുന്നതിന് മുമ്പ് എല്ലാ കണക്കുകളും തീർത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാ ചേച്ചി. ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണല്ലോ. ബാലമാമ, എടാ നീ അത് ശരി. അപ്പൊ എവരിവിടെ ഉണ്ടായിരുന്നല്ലേ? അത് അപ്പൊ ശാരദാമ്മ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ? അയ്യോ അല്ല. ഞാൻ പറഞ്ഞിട്ടാ ശാരദാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ്. അമ്മയ്ക്ക് അസുഖം ഇത്ര കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ബാലമാമയോടൊപ്പം ഞാനും വരാം. ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വരാം. ഒരു കാരണവശാലും നൂർജഹാനെ വിട്ടുകൊടുക്കരുത്. 2 ദിവസം കഴിഞ്ഞാൽ ശാലിനി ചേച്ചി വരുമല്ലോ. എനിക്ക് വാക്ക് തരണം, എൻ്റെ നൂറിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്.